ഹായ് സൂര്യ. ഹായ് സാമേട്ടാ. എന്തോ നല്ല ചിരിയാണല്ലോ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തോ കാര്യം? അതെ, കഴിഞ്ഞ പ്രാവശ്യം അമ്മയും പെങ്ങളെയും കാണാൻ പോയി. ഒരുപാട് വർഷം കൂടിയാ പോകുന്ന. ഭയങ്കര സന്തോഷായിരുന്നു അമ്മയും പെങ്ങളെയും കണ്ടതിൽ. ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇനിയും നൂറ് കാര്യങ്ങൾ പറയാനുണ്ട്. ആണല്ലേ? എന്തായാലും ഞാനതൊക്കെ കണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നല്ലോ. സാമേട്ടനുണ്ടായിരുന്നു. നമ്മളെല്ലാരും ഒന്നിച്ചല്ലേ പോയത്. റോസ്മേരി സിസ്റ്റർ, സാമണ്ണൻ, ജോഷാച്ചൻ. അപ്പൊ നമ്മുടെ ആ മനോഹരമായ കാഴ്ച നമ്മൾ പ്രേക്ഷകരെ കൂടെ കാണിക്കണ്ടേ? പ്രേക്ഷകരെ കൂടെ കാണിക്കണം മനോഹരമായ കാഴ്ച, തീർച്ചയായും. അപ്പൊ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടേ. നമുക്ക് ആ വീഡിയോ ഇപ്പൊ ഒന്ന് കണ്ടാലോ? കാണാം. ഓക്കെ കാണാം. അപ്പൊ നമ്മുടെ സൂര്യസ്വാമി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയി സൂര്യയുടെ അമ്മയും പെങ്ങളെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ പോയായിരുന്നു. വീടിന്റെ കാഴ്ചയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ സൂര്യയുടെ അമ്മയും പെങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരുടെ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കലും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ പ്രേക്ഷകരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സൂര്യയുടെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. താങ്ക് യു. വെൽക്കം സാമേട്ട. ഹായ് സാമേട്ട. എങ്ങോട്ടാ യാത്ര? കോട്ടയത്ത് പോവാ. എന്താ വിശേഷം? വീട് വരെ പോവാ. ആണോ? അമ്മയെ കാണാൻ പോകണം? അമ്മയെ കാണാനും പോണം. ഞാനിവിടെ വരട്ടെ? സാമേട്ടനും പോരെ? നോക്ക്. വരുന്നു. ഞാനും സാമേട്ടനോടെ പോവാ. നോക്ക്. നമുക്ക് ഒന്നിച്ച് പോവാ, അച്ഛന്റെ വണ്ടിയിൽ. പോ. സാമേട്ട ഹായ്. പോവാ. ഫുഡ് അടിപൊളി, സൂപ്പർ, നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു. നമുക്ക് അമ്മയെ കാണാൻ പോവാം. ഓക്കെ. പെങ്ങളെ പേരെന്തോ? ലക്ഷ്മി. എന്റെ അമ്മ എന്റെ അമ്മ രാജശ്രീ കെയ. രാജി. ഷോർട്ട് ഫോം രാജി. ഞാൻ മോന.
ആണോ? ആ അതറിയില്ല. അമ്മ എന്നെ മോനെന്നാ വിളിക്കുന്നത്. നല്ല കുടുംബത്തിൽ മോനല്ലേ മോനല്ലേ പിന്നെ മോനെന്നാ വിളിക്കുന്നത്. സ്വന്തം മോനല്ലേ. പണ്ട് വണ്ടി എടുത്ത് പാടാ കിടക്കുന്ന ഈ വര പോലെ ഒരു കിഴുത്തയുമായിട്ട്. ഒരു പ്രാവശ്യം എന്നെയും കൊണ്ട് ഓടി ജില്ലാ ഹോസ്പിറ്റലിലോട്ട് പോയി മരുന്ന് മേടിക്കാനായിട്ട്. അന്നേരം വണ്ടിക്കടിയിലെടുത്ത് ചാടി. തീരെ വനിതയാണ്. സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അമ്മ. എനിക്കിഷ്ടം അമ്മ. എന്നത് പത്രത്തിലുണ്ടായിരുന്നു. മരിച്ചു പോയായിരുന്നു അച്ഛൻ. ഇവിടെ അറിഞ്ഞില്ലല്ലേ? അച്ഛൻ മരിച്ചു പോയി. പുഷ്പ ചേച്ചി പറഞ്ഞായിരുന്നു. നമ്മുടെ ആ അറിഞ്ഞില്ലല്ലേ? 20 വയസ്സിലാണ് കല്യാണം. അയ്യോ, എൻ്റെ അമ്മ അതൊക്കെ ഓർത്തിരിക്കുകയാണല്ലോ. ദൈവമേ, ഇതെന്നാ പറ്റി? പല്ലിന്റെ മുകൾ വശത്തൊരിത് വീണോ? എവിടെ? അയ്യോ, ഇഷ്ടം ഇഷ്ടംപോലെ ഉടുപ്പൊക്കെ ഉണ്ട്. സാമണ്ണൻ തരും, പാൻറ്റും തരും. ഇവിടെ എല്ലാവർക്കും പിന്നെ ബുധനാഴ്ച ഞങ്ങളുടെ സ്നേഹവീട്ടി പൊതിച്ചോറ് കൊണ്ടുവരും വിഴിഞ്ഞത്തെ അമ്മമാര്. സിനി ആൻറ്റി, ജെസി ചേച്ചി, മിനി ആൻറ്റി, എലിസബത്ത് ആൻറ്റി. എനിക്ക് എന്നും അമ്മയെ വന്ന് കാണണം, എന്നാലേ എനിക്ക് സന്തോഷമുള്ളൂ. അമ്മയല്ലേ കാണപ്പെട്ട ദൈവം. കാണപ്പെട്ട ദൈവം അമ്മ. ഇതെല്ലാം പറഞ്ഞു കാണും ഇതുപോലെ. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞ്, ഇത്രയും സാമർഥ്യമുള്ള പയ്യനെ ഇപ്പളാ കാണുന്ന. ഒരു തച്ചിമ്പാടിനകത്ത് സീല് കുത്തിയിട്ട് ഓരോ പേപ്പർ എടുത്തിട്ട് സീല് ചെയ്യണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പണിയൊക്കെ ചെയ്യാൻ പറ്റും. ആ, അതൊക്കെ എനിക്കറിയാം. കിട്ടണം. ആരെങ്കിലും വിളിച്ച് ഇരുത്തിയാ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു പണി. ബിരിയാണിയാ കഴിച്ചത്. ജോലി കിട്ടിയതാണ് മോന്. പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷമായോ? സന്തോഷമായി. ഇനി പോവാം. ആ, ഇനി എങ്ങോട്ടാണ്? നീ വീട്ടിലോട്ട്.